പ്രേക്ഷകരുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന, പ്രേക്ഷകരെ ക്ഷമ പരീക്ഷിക്കുന്ന ഒരുപാട് സിനിമകൾ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇറങ്ങി. The dark period which happened in Kerala, where I used to predominantly keep shouting. It was very dark. I said, you must be ashamed. What happened to my Malayalam cinema? ഡീഗ്രേഡിങ്, നെഗറ്റീവ് റിവ്യൂ, തിയേറ്റർ റിവ്യൂ, ഇങ്ങനെയൊക്കെയുള്ള പല എന്നിട്ട് സിനിമാക്കാർ, സംവിധായകർ, നിർമ്മാതാക്കളൊക്കെ വലിയ ബഹളം ഉണ്ടാക്കുന്നു. നിങ്ങൾ നല്ല സിനിമ എടുത്താൽ ജനങ്ങൾ വന്ന് കാണും. മലയാള സിനിമ വലിയ ഒരു ഇതെല്ലാം അവിടെ ഉണ്ട്. ഒരു സ്പാർക്ക് വന്നാൽ പിന്നെ മലയാളം I think some wonderful work is being done now. ഭ്രമയുഗം, ഏറ്റവും അവസാനം പുറത്തു വന്ന മഞ്ഞുമൽ ബോയ്സ്, ഇതെല്ലാം വലിയ തോതിലുള്ള പ്രേക്ഷക സ്വീകാര്യത നേടുന്നു. എല്ലാവരും ഒരുപോലെ പടം ഗംഭീരമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ പടങ്ങളുടെ വരവ് മലയാള സിനിമയെ ഒരു പുതിയ ആവേശത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പുറത്ത് മമ്മൂട്ടി, ഇപ്പുറത്ത് നസ്ലിൻ, 2 തലമുറയാണ്. പക്ഷെ 2 ആളുകളെ ആകർഷിക്കുന്നു. അതിൻ്റെ ഇടയിൽ നടുവിൽ നിൽക്കുന്ന ടൊവിനോ പുള്ളിയും മോശമാക്കുന്നില്ല.